നമസ്കാരം. നിതിന് നീതി തേടി. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ട നിതിൻ രാജ് എന്ന 1ാം വർഷ ഡെന്റൽ വിദ്യാർത്ഥിയുടെ മരണത്തിൽ നീതി തേടി ആദിവാസി ദളിത് സംഘടനകൾ ഉൾപ്പെട്ട നിതിൻ രാജ് ആക്ഷൻ കൗൺസിൽ നാളെ 28/4/26 സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടത്തും. അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അസോസിയേറ്റ് പ്രൊഫസർ സംഗീത നമ്പ്യാർ എന്നിവരിൽ നിന്നുണ്ടായ കടുത്ത ജാതി അധിക്ഷേപമാണ് ഇത്തരത്തിലൊരു കൃത്യത്തിലേക്ക് നിതിനെ നയിച്ചത് എന്നായിരുന്നു കുടുംബം ആരോപിച്ചത്. നിതിന്റെ മരണത്തെ തുടർന്ന് ആദ്യഘട്ടത്തിൽ മൗനം പാലിച്ച സഹപാഠികൾ പിന്നീട് അധ്യാപകർക്കെതിരെ തങ്ങൾക്ക് നേരിട്ട അധിക്ഷേപങ്ങൾ തുറന്നു പറയാൻ സന്നദ്ധരായി. എന്നാൽ കോളേജിലെ അധ്യാപകരുടെ മോശം പെരുമാറ്റങ്ങളെക്കുറിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ വെളിപ്പെടുത്താൻ തയ്യാറായ സാഹചര്യത്തിൽ കേവലം 15,000 രൂപയുടെ കടവും അതേ ചുറ്റിപ്പറ്റിയുള്ള പ്രശ്നങ്ങളുമാണ് നിതിന്റെ മരണത്തിന് കാരണം എന്ന വാദം കുടുംബം പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. നിതിൻ മാനസിക പീഡനത്തിന് ഇരയായി എന്ന് കുടുംബം ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്നാണ് നിതിന്റെ ആത്മഹത്യ എന്നാണ് പോലീസ് ഭാഷ്യം. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട 3 പേരെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നിട്ടും ആരോപണവിധേയരായ അധ്യാപകർ കാണാമറത്തി തുടരുന്നത് കേസ് അട്ടിമറിക്കാനുള്ള നീക്കമാണെന്ന ആരോപണം ഉയരുന്നുണ്ട്. ഇതിനിടയിൽ അധ്യാപകരായ സംഗീതയും റാമും മുൻകൂർ ജാമ്യത്തിന് അപേക്ഷിച്ചിരുന്നു. എങ്കിലും റാമിന് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു. ജാതീയമായ അധിക്ഷേപം നടന്നതിന് തെളിവില്ല എന്നാണ് കോടതി നിരീക്ഷണം. തന്റെ സഹപാഠിക്ക് നേരെ ചൂണ്ടപ്പെടുന്ന വിരലുകൾ നാളെ തനിക്ക് നേരെയും തിരിയാമെന്നുള്ള തിരിച്ചറിവ് കൂടി ആർജിക്കുമ്പോഴാണ് ഒരു വിദ്യാർത്ഥിയാവുന്നത്. പ്രതികരണശേഷി മറന്നുവെച്ചാൽ നഷ്ടം വലുതായിരിക്കും. നാളെ നടക്കാനിരിക്കുന്ന ഹർത്താൽ സാംസ്കാരിക കേരളത്തോടുള്ള ഒരു ചോദ്യമാണ്. സാമൂഹിക ഘടനയിൽ പിന്നോക്കം നിൽക്കുന്നവർ ഒരുമിച്ച് കേരള മനസാക്ഷിയോട് ചോദിക്കുന്ന ചോദ്യം, ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കണ്ടേ? ഉത്തരം പറയാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്.